ബനാന പുട്ട് ഞാൻ കഴിച്ച് നോക്കട്ടെ. നല്ല വെന്തു നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. എളുപ്പമുണ്ട് കഴിക്കാൻ. കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും ഇത്. എണ്ണപ്പലഹാരമൊക്കെ കൊടുക്കാതെ വൈകുന്നേരം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റുണ്ട്. സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്യൂ. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്ന് ഞാൻ ബനാന പുട്ട് ഉണ്ടാക്കാൻ പോവാം. ബനാന പുട്ടിന് പഴം ഏത്തപ്പഴം എടുത്ത് അരിഞ്ഞു വെച്ചു. ആവശ്യത്തിന് എടുക്കാൻ കേട്ടോ. ഞാൻ ഒരു പഴം ഇവിടെ അരിഞ്ഞു വെച്ചു. തേങ്ങ ചിരണ്ടി വെച്ചു. പുട്ടിന് നനച്ച് വെച്ചു. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പുട്ടുണ്ടാകുന്നു. അത്രയേ ഉള്ളൂ. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു പുട്ടാണ്. മുതിർന്നവർക്കും കഴിക്കാം. പഴം പ്രത്യേകിച്ച് പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പുട്ടുണ്ടാക്കാം. ബനാന പുട്ട് ഇവിടെ ആവിയൊക്കെ വന്നു വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് ചെറു തീയിൽ നമുക്ക് വേവിച്ചെടുക്കണം. ബനാന പുട്ട് ഞാനിവിടെ കുത്തിയെടുത്തു. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതായിരിക്കും. അവർക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും. വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ബേക്കറി പലഹാരമൊക്കെ കൊടുക്കാതെ ഹെൽത്തി ആയിട്ടിരിക്കൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.